ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. അപ്പോൾ PM കുസും യോജന എന്താണ്? രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയാണ് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസരഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഡിജി യാത്ര. അപ്പോൾ ഡിജി യാത്ര എന്താണ്? ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസരഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമാണ് ഡിജി യാത്ര. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. 1ാം സ്ഥാനം റഷ്യയ്ക്കാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയത്? അരുണാചൽ പ്രദേശിനാണ്. അരുണാചൽ പ്രദേശിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയത്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യമുന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യമുന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക്. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമയിൽ പ്രശസ്തനായിരുന്നു. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തമിഴ് സിനിമയിൽ പ്രശസ്തനായിരുന്നു. സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. അപ്പോൾ അഗ്നിബാൺ എന്താണ്? സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ. സംവിധാനം സാം ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ. സംവിധായകൻ സാം ഭട്ടാചാര്യ. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ദുരം ഗോതമ്പെന്നും ഇത് അറിയപ്പെടുന്നു. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ദുരം ഗോതമ്പ് എന്നും ഇതറിയപ്പെടുന്നു. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഗി. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഗി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് മുഗി പിറന്നത്. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് പാലിയിലാണ്. രാജസ്ഥാനിലെ പാലിയിലാണ് ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത്. ഓം ശിവ മന്ദിർ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രോൺ ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയിലാണ്. IIT ബോംബെയിലാണ് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രോൺ ജീൻ തെറാപ്പി ആരംഭിച്ചത്. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്ടാബേട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്ടാബേട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആൻജിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹനാണ് സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അപ്പോൾ
കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആഞ്ചിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹനാണ് സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. ദി ഷെയിംലെസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം നേടിയത്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. സംവിധാനം ചെയ്തത് പായൽ കപാഡിയയാണ്. സംവിധായിക പായൽ കപാഡിയ. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് സത്യദീപ് ഗുപ്ത. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് സത്യദീപ് ഗുപ്ത. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസിയിലാണ്. വാരണാസിയിലാണ് ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത്. കാനഡയിലെ മക്കിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. കാനഡയിലെ മക്കിൽ സർവകലാശാലയിൽ നിന്നും ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി കുതിരകൾ. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. അപ്പോൾ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. 2024 അദ്ദേഹം അന്തരിച്ചു. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകനാണ് അദ്ദേഹം. യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേരാണ് മൈത്രി-2. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേരാണ് മൈത്രി-2. ആനകളെ ട്രെയിനിടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി AI പദ്ധതിയാണ് ഗജരാജ. ആനകളെ ട്രെയിനിടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതിയാണ് ഗജരാജ. റെയിൽവേയുടെ പദ്ധതിയാണ് ഗജരാജ. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ പദ്ധതിയാണ് AI പദ്ധതിയാണ് ഗജരാജ. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ആണ്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ 39ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ആണ്. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി. അപ്പോൾ ശക്തി ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ്. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18-നാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18-നാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS. സ്മാർട്ട് PDS ഒരു കേന്ദ്ര പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫേസ് മിസൈലാണ് ക്രിസ്റ്റൽ മെയ്സ് 2. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫേസ് മിസൈലാണ് ക്രിസ്റ്റൽ മെയ്സ് 2. ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖറാണ്. അപ്പോൾ അനീഷ് ശേഖർ ആരാണ്? ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് അനീഷ് ശേഖറാണ്. ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ
ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് സേല ടണലിനെയാണ്. സേല ടണൽ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് സേല ടണലിനെയാണ്. സേല ടണൽ അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് മണ്ഡപത്തിലാണ്. മണ്ഡപം അത് തമിഴ്നാടാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് മണ്ഡപം, തമിഴ്നാട്. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി, എൻ്റെ കൂട്ടുകാരി. താങ്ക് യു ഫോർ വാച്ചിങ്.